ഞാറ് പറിക്കാനായിട്ടുണ്ട്. 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാറ് പറിക്കും. അല്ലേ? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത് ഇതൊക്കെ മൊത്തം. സത്യം. ചെങ്ങായിമാർ വന്നാൽ തീരും. ആന നമ്മൾ ഗന്ധകശാലൊക്കെ നിർത്തി ആനശല്യം കൊണ്ട്. അതിന് മണടിച്ച് ആന വരിക, അപ്പോൾ അത് നിർത്തി കളഞ്ഞു. ഇനി ഗന്ധം കൂടുതലാണ്. ഗന്ധകശാല നിർത്തി. ഇപ്പോൾ പൈസ കൊടുത്ത് പുറത്ത് മേടിക്കാം. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങും. അത് പുറത്തുനിന്ന് വാങ്ങും. അത് അതിനെ കാണുമ്പോൾ ആന കൂടുതൽ വരുന്നത്, ഈ ചക്കയെ വാങ്ങി വരുന്ന പോലെ. അപ്പോൾ അത് ഒഴിവാക്കി. ഇനിയിപ്പോൾ ജീവിതം നമ്മുടെ തലമുറയിൽ എങ്ങനെയെങ്കിലൊക്കെ ചിലപ്പോൾ തട്ടിമുട്ടി പോകും. ഇന്നിട്ട് അടുത്ത തലമുറ വരുമ്പോൾ നമുക്ക് പുറത്തൊരു 5 സെന്റ് സ്ഥലം പോലും മേടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇതാണ്. കാരണം ഇവിടെ കൃഷിയെടുത്താലൊന്നും കിട്ടുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ ഇതില്ലല്ലോ, സമ്പാദ്യമൊന്നുമില്ല. രാത്രി നമ്മൾ എണിക്കുന്നുണ്ട് 2-3 പ്രാവശ്യം എണിക്കും രാത്രി. എന്നാൽ നമ്മൾ മഴ കൊണ്ട് അറിയില്ല. അതാണ് സംഭവം. ഫെൻസിങ് അതാണ് ഞാൻ പറയാം. ഫെൻസിങ് എന്നിട്ട് ഒരു കാര്യമില്ല. ഫെൻസിങ്ങിലൊന്നും ട്രെഞ്ച് വൃത്തിയാക്കി നന്നാക്കിയിട്ട് നല്ല വാച്ചർമാരൊക്കെ വെക്കുകയാണെങ്കിൽ, വാച്ചർമാരെ വെക്കാനും മതി. രാത്രി ട്രെഞ്ചൊക്കെ നന്നാക്കിയിട്ട് ആന വരില്ല. ഇതിപ്പോൾ വാച്ചർമാരില്ല, വാച്ചർമാരില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മൾ ഇതിനു മുന്നേ പല പ്രാവശ്യം വന്നിട്ടുള്ള ഒരു പ്രദേശമാണ് വള്ളുവാടി ഭാഗമൊക്കെ. വള്ളുവാടിയിലെ ജയമണി ചേട്ടനെയൊക്കെ ഒരു പക്ഷേ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അറിയായിരിക്കും. ഇതിനു മുന്നേ നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ചേട്ടനെക്കുറിച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. ഏതായാലും ഞാനിന്ന് വീണ്ടും ജയമണി ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വലിയ രീതിയിലുള്ള കൃഷിനാശവും കാര്യങ്ങളൊക്കെയാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ വലിയ സങ്കടമാണ് ഇവർക്കൊക്കെ. അപ്പോൾ ഏതായാലും എന്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് നമുക്ക് നേരിട്ട് പോയി കാണാം കേട്ടോ. ഇതാണ് ജയമണി ചേട്ടൻ. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖം. വീണ്ടും ആന ഇറങ്ങി അല്ലേ? കണ്ടപ്പോൾ നഷ്ടം പറ്റി. ഈ കഴിഞ്ഞ ദിവസങ്ങളായിരിക്കും നല്ല വീടിന്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെയാ വരുന്നത്. വീടിന്റെ തൊട്ടടുത്ത് അല്ലേ? ഇപ്പൊ ഈ ഫെൻസിങ് അത് ഇപ്പോഴും അതൊക്കെ പൊട്ടിച്ചളയാ. ഇപ്പോഴും ആയിട്ടില്ല. സ്വന്തം ഫെൻസിങ് സ്വന്തം പൊട്ടിച്ചളയാ. ഞങ്ങളുടെ ചേട്ടൻ സ്വന്തം ഇടുന്നു, അതും പൊട്ടിച്ചളയാ. ഓഹോ, പൊട്ടിച്ചളയാ. ഫോറസ്റ്റിന്റെ ഫെൻസിങ് ഉണ്ടോ? ഫോറസ്റ്റിനുണ്ട്, അതും പൊട്ടിച്ചളഞ്ഞു. ആണല്ലേ? വലിയ അതായത് ഫെൻസിങ്ങിൽ കാര്യമില്ല. ഫെൻസിങ്ങിന്റെ കാര്യമില്ല അല്ലേ? ട്രെഞ്ച് നല്ല വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ കണ്ടീഷൻ. ട്രെഞ്ച് കുഴി വൃത്തിയാക്കി മണ്ണൊക്കെ വാരുകയാണെങ്കിൽ. ഇവിടെ കുഴി ഉണ്ടോ? കുഴിയുണ്ട്, വൃത്തിയാക്കുന്നില്ല. പഞ്ചായത്തിന് അനുകൂലം, പഞ്ചായത്തുകാർ എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഫോറസ്റ്റിൽ നിന്ന് എടുക്കേണ്ട പറയുന്നുണ്ട്. ഫോറസ്റ്റുകാർ പറഞ്ഞാലേ പഞ്ചായത്തുകാർ എടുക്കുള്ളൂ. ഫോറസ്റ്റുകാർ വേണ്ട പറയുന്നുണ്ട്. ആണല്ലേ? കഴിഞ്ഞ ദിവസം വന്ന് കളഞ്ഞ പ്രദേശത്ത് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. വാ. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ആന ഇറങ്ങി കൃഷി നശിച്ച ഇതൊക്കെ ആട്ടോ കാണാനായിട്ട് പോകുന്നത്. ഇതിന് മൊത്തം മാവിനെ കുലുക്കി ഇതൊക്കെ പൈനാപ്പിൾ കംപ്ലീറ്റ് പൈനാപ്പിൾ നിന്നു. ഇതാ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾ. ഈ മാവ് കുലുക്കിയ മാവ് കുലുക്കിയപ്പോഴാണ് അറിഞ്ഞത്. വീടിൻ്റെ തൊട്ട് മുറ്റത്ത് വരെ വരുന്നുണ്ട്. വീടിൻ്റെ അകത്ത് കയറുന്നു. പിന്നെ അകത്ത് കയറുന്നുണ്ട്. ഇതാണ്ടോ കായുള്ള കളഞ്ഞാലേ കായുള്ള കഴുങ്ങിനെയാണ് കളഞ്ഞത്. അതാ ഇങ്ങനെ കായുള്ള കാപ്പിയാണ് പോകുന്നത്. കാപ്പി പിടിച്ചു പോകുന്നല്ലേ? കാപ്പിയൊക്കെ പോകാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര നഷ്ടമല്ലേ? കായുള്ള കാപ്പിയാണ് പോകുന്നത്. സങ്കടമൊക്കെ. ഇതൊക്കെ അടുത്ത വർഷം ഇവർക്ക് വിളവ് കിട്ടേണ്ട കാപ്പി കേട്ടോ. ഇപ്പൊ കിലോയ്ക്ക് 230 രൂപ. ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ? അതെ. ഇത്രയും വർഷം കൊണ്ട് ഇത്രയും വിലയൊക്കെ കിട്ടി വന്നപ്പോ അല്ലേ? അന്നില്ലേ കിഴിച്ചു വരാം. ഒരു 2 വർഷം മുന്നേ കാപ്പിക്കൊക്കെ 60 രൂപ അങ്ങനെയൊക്കെ 150. അത് തന്നെ. പക്ഷേ ഇപ്പൊ പെട്ടെന്ന് 250 വരെ വന്നില്ലേ? അത് കുറെ കാലമായിട്ട് 60 രൂപയൊക്കെ അല്ലായിരുന്നു അല്ലേ? അപ്പൊ കൊല കൂടി. ഇപ്പൊ പെട്ടെന്ന് കാപ്പിക്ക് വിലയൊക്കെ കൂടി ഇങ്ങനെ വന്ന സമയത്ത് കേട്ടോ വാഴ ഈ ഒടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞത് അല്ല, ഈ ബാക്കി അത് പോയി. അല്ല, ഈ മരം ഇത് ഉണങ്ങോ? അത് ഉണങ്ങില്ല. അത് ഞാൻ അതിൽ കൈ കുഞ്ഞു തെളുത്ത് വരണം. തെളുത്ത് വരും അല്ലേ? കഴുക് മൊത്തം തിന്നു. ഇതാ ഇത് നിങ്ങൾ അറിഞ്ഞില്ല സംഭവം? അറിഞ്ഞിപ്പോൾ അറിഞ്ഞിട്ടാണ് ഓടിച്ചത്. നല്ല മഴയല്ലേ?
നല്ല മഴയത്ത് വന്നല്ലേ? നല്ല മഴയത്ത് വന്ന്. മറ്റവനാ മുട്ടിക്കൊമ്പനല്ല, ഇത് വലിയ കൊമ്പനാ. ആണല്ലേ? മുട്ടിയല്ല, ഇത് വേറെ മോഡലാ. അതോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആനനെ കണ്ടു. അവിടെ നിന്ന് ഓടിയത് ലൈറ്റ് ഇട്ടപ്പോൾ. ഇത് മൊത്തം കളഞ്ഞാ? ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയത്. അല്ല ഇത് ഇത് ഇങ്ങനെ പോയി. കണ്ടോ എൻ്റെ അമ്മ കട്ടളവനെ കളഞ്ഞല്ലേ? ഒക്കെ അടിച്ചു കളഞ്ഞു. മൊത്തം കളഞ്ഞു കേട്ടോ. കമ്പരി കളഞ്ഞ് കണ്ടോ, വലിച്ച് പറിച്ച് വെച്ചേക്കോട്ടോ. അതെ പെണ്ണം കിടക്കുക തെളിവ്. ഇവിടെ കളഞ്ഞിട്ടല്ലേ? ആ വാഴപ്പിണ്ടി തന്നെ തിന്നല്ലേ? വാഴയും മാങ്ങയും ചക്കയും അതിന് വേറെ ഒന്നും വയറ്റിലില്ല. കാട്ടിലെ തീറ്റയൊന്നും ഇപ്പോൾ വേണ്ട. കാട്ടിലെ തീറ്റ വേണ്ട. വൈകുന്നേരമായ 5 മണി ഇരുട്ടായ തുടങ്ങി. 5 മണിയാകത്തേക്ക് ഇറങ്ങും. ഇരുട്ടാകുമ്പോഴേക്ക് ഇറങ്ങി. ഇങ്ങനെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യാല്ലേ? അതാണ് മൊത്തം നശിപ്പിക്കുകയല്ലേ. പാട് നിങ്ങൾക്ക് എന്ത് കായ നോക്ക്. നല്ല കായ കളഞ്ഞേക്കുന്നല്ലേ? നല്ല കായകൾ ഒടിച്ച് കളഞ്ഞ കാപ്പിയുടെ ആകുമ്പോൾ അല്ലേ? ഈ കവുങ്ങ് ഇവിടുന്ന് ഈ കവുങ്ങാണ് ആ കിടക്കുന്നത്. കഴുകാൻ മൊത്തം തിന്ന് പകുതി മുക്കാൽ തിന്ന്. ഇത് ഇവിടുന്ന് ഒടിച്ച് അങ്ങോട്ട് നീക്കിയിട്ടേക്കുന്നത് ഇല്ല, അതിൻ്റെയൊക്കെ പകുതി തിന്നില്ലേ? തിന്നിട്ട ബാക്കിയാണിത്. ഇവിടം വരെ തിന്നും. അത് കവുങ്ങിൻ്റെ ഈ പുറംതൊട്ടും തിന്നുന്നുണ്ടോ? പുറം ഇത് മൂക്കാത്ത തിന്നും. മൂത്തിട്ടില്ലത്, മൂക്കാത്താണ് തിന്നുന്നത്. അപ്പോൾ ഈ കവുങ്ങിൻ്റെ ബാക്കി തിന്നു. അത് തിന്നു. ഇത്രയും നീട്ടം തിന്നു. അത്ര നീട്ട് തിന്നു. അവിടെ നിന്ന് ഇത്രയും നീട്ടമുള്ള കവുങ്ങിൻ്റെ ബാക്കി കഷ്ണം തിന്നു കേട്ടോ. അതിന് ഇളക്കെ തിന്ന്. കവുങ്ങ് മൊത്തം തിന്നാല്ലേ? ഇതാ ഇളം കംപ്ലീറ്റ് തിന്നിട്ട് കൊല കണ്ടോ, കൊല ഇട്ടതാ. ഇവിടെ തല വരെ തിന്ന്. അവിടെ വരെ തിന്നല്ലേ? അതാ ചവിട്ടി തിന്നതിൻ്റെ അതിൻ്റെ ബാക്കി. ഇതെല്ലാം ഒറ്റ കവുങ്ങ് കേട്ടോ. അപ്പോഴേക്കും അറിഞ്ഞു ഇത് വീഴുന്ന കേട്ടപ്പോൾ അറിഞ്ഞു. അത് വീണ് ഇത് തിന്ന് പകുതി മുക്കാലായപ്പോഴും അറിഞ്ഞു. നല്ല മഴയല്ലേ? നല്ല മഴ. ഇതും കളഞ്ഞാലേ മഴ. അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നോട്ടിച്ച് പറമ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാകും. ഇവരുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനമൊക്കെ ഇങ്ങനെ പോവാന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പോയി. ഇതൊക്കെ പോയി. ഇതുണ്ടോ, ഇതൊക്കെ പോയി. ഇതൊക്കെ നല്ല കായ നോക്കണ്ടോ. ആ പോകുന്ന വഴിക്കുള്ള കാപ്പിയൊക്കെ ഒടിഞ്ഞു പോകും. താമത്തെ ഒടിച്ച് കളയത്, ഒടിച്ച് പോക്കാണിത്. അത്ര കായുള്ളത്. ദേഷ്യം കൊണ്ടേ നിറച്ചും കായാണ് കേട്ടോ. ദേഷ്യത്തിന് ചെയ്യുന്നല്ലേ? ദേഷ്യത്തിന് അടിച്ചൊടിച്ച് പോകല്ലേ. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാട്ടോ. പോകുന്ന വഴിക്കുള്ള കംപ്ലീറ്റ് ഒടിഞ്ഞ്. അപ്പം നടന്നു പോകുമ്പോൾ വഴിക്കുള്ളൊക്കെ ഒടിച്ചൊടിച്ചാണ് പോകുന്നത്. അട്ടയായോ? അട്ടയുണ്ട് ഉണ്ടല്ലേ? നല്ല അട്ടയുണ്ട്. ഇത് പറമ്പിലങ്ങനെ ആയല്ല. ഇതുണ്ടോ പകുതി ഇവിടെ കൊണ്ടു തന്നത്. അവിടുന്ന് എടുത്തോണ്ട് വന്നിട്ടേ വാഴ അവിടെ നിന്ന് ഇങ്ങനെ മേടിച്ചോണ്ട് വന്നിട്ടല്ലേ? അവിടെ പുള്ളി തിന്നോണ്ടിരുന്നപ്പോഴായിരിക്കും ഇവർ ഓടിച്ചത്. ഇത് നല്ല പെൻസിങ്ങാ നമ്മുടെ. ഇത് നല്ല വോൾട്ടേജുള്ള സാധനം. ഇതിനൊക്കെ പൊട്ടിച്ചത് ഇതിന് ഒറ്റ ലൈനായിട്ടത് അല്ലേ? അതെങ്ങനെയാണ് എന്താ പൊട്ടിക്കാനത്തെ കൊമ്പും കൊണ്ട് എങ്ങനെയാ അല്ലേ പൊട്ടിച്ചിട്ട് കയറുകയാണ്. ഇതൊരു സ്വന്തമായിട്ടിരുന്ന ഫെൻസിങ് കേട്ടോ. അതും ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ അടുത്ത് പിന്നെ അങ്ങോട്ട് പോയി. ഇതിങ്ങോട്ട് ഇവിടെ തെങ്ങ് മറിച്ച് കാപ്പിയൊക്കെ കുടിച്ചെടുക്കും കേട്ടോ. അതിന് തിന്നാൻ വായിച്ചൊക്കെ തിന്നിട്ടേ പോകുള്ളൂ. ഇതാണ്ടോ ഇത്തിരി വലിയ കണ്ണിനൊക്കെ താമർത്തി ചങ്ങായി വെറുതെ ഓടിച്ചിടുക. ഇത് മൊത്തം കളഞ്ഞ? ഇതൊക്കെ അവിടുന്ന് അവിടുന്ന് വന്നവരോ? അല്ല ഈ മാവ് അത് അല്ല, അത് മാവ് വെട്ടിയാ. അതാ ഞാൻ ചോദിച്ചത്. ആന വരുന്നതിന് ആന വരുന്നതിന് വെട്ടി കളഞ്ഞ. ആന വരുന്നതിന് മുന്നേ മാവ് മൊത്തം വെട്ടിക്കിട്ട് ഇതാക്കിയാലോ. മാവിന് ഇനി ഒന്നും ബാക്കിയില്ല.
ഈ കവുങ്ങൊക്കെ കളഞ്ഞാൽ അല്ല ഈ കാപ്പി പോയി. കണ്ടമാനം കാപ്പി പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും നാൾ ആശ്വാസം. തെങ്ങിനൊക്കെ തെങ്ങിനാക്കി വെച്ചേക്കാ. എല്ലാം പോയപ്പോഴും കാപ്പി തെങ്ങിനാക്കി വെച്ചോ. ആ തെങ്ങ് പിടിക്കാതിരിക്കാൻ തെങ്ങൽ കണ്ടോ മുള്ളുകമ്പി കിട്ടേക്കുന്ന കേട്ടോ. മാണിയില്ലേ തെങ്ങിനെ കന്ന് മറിച്ചതാ. മാണി അടിച്ചേക്കാം അല്ല ഈ തെങ്ങ്. ആ തെങ്ങിനാണ് മറിച്ചത്. ആ തെങ്ങ് മറിച്ച് അത്തല അടിച്ചിട്ടില്ലായിരുന്നു. അത് അടിച്ച് മറിച്ചാണ് മുറിച്ച് കളഞ്ഞതാ. അത് ഈ പ്രാവശ്യം കളഞ്ഞാ? അത് ഈ പ്രാവശ്യം മറിച്ചതാണ്. തെങ്ങ് മറിച്ച് കേട്ടോ. ഈ പ്രാവശ്യം മറിച്ചതാ. അത് കായൊക്കെ ഉണ്ടല്ലോ. ചെരിച്ച് വെച്ചേക്കുന്നുണ്ടോ. പിന്നെ മണ്ണ് ചോടടക്കം പൊങ്ങിപ്പോയി. മണ്ണടക്കം ആണിയുള്ളതുകൊണ്ട് ഇതിനെ മറിച്ചില്ല. എല്ലാത്തിലും ഇങ്ങനെ ആണി വെക്കുന്ന നടക്കുന്ന പരിപാടിയല്ലോ. ഇവിടെ ഇതാ കഴുങ്ങിനെ കാണി വെച്ചേക്ക. തെങ്ങ് സംരക്ഷിക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. ഇതൊക്കെ പലകയിൽ ആണി അടിച്ച് വെച്ചേക്കാം. നമ്മൾ ഇതിന് മുന്നേ പല എപ്പിസോഡിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ തെങ്ങ് സംരക്ഷിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതെവിടെയാണോ തെങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ വിഷമം എന്തായിരിക്കും അറിയാം. വെളിച്ചെണ്ണയുടെ വില വെളിച്ചെണ്ണ ഭയങ്കര വിലയാണ്. വെളിച്ചെണ്ണ 450 അത്രയായില്ലേ. അത് വെച്ച് നോക്കുമ്പോൾ ഒരു തെങ്ങൊക്കെ പോകാന്ന് പറഞ്ഞാലേ. പിന്നെ ഇതാ നോക്ക് കണ്ടോ തെങ്ങെന്തി. തെങ്ങിന് തലേ അത് അവിടെ വെട്ടിയിട്ട് ഇതൊക്കെ ഇതിന് മുന്നേ കളഞ്ഞായിരിക്കും അല്ലേ? ഇതിന് മുന്നേ കളഞ്ഞ ഉണ്ടോ പഴയത് കളഞ്ഞത്. തെങ്ങൊക്കെ ചന്ന പിന്നെ ആക്കി കളഞ്ഞാട്ടോ. അതോ പറമ്പിൽ കൂടെ ഒക്കെ ഉണ്ട് തെങ്ങിൻ്റെ ഓല. ആ വീണ വഴിക്ക് കാപ്പി മൊത്തം പോയില്ലേ? അതൊക്കെ മുറിച്ച് കളഞ്ഞ തെങ്ങാണ് മറിച്ചത്. ഈ തെങ്ങാണ് ഇതെവിടെ ഏതാ എൻ്റെ അമ്പാണ് കാണാം. പൈപ്പ് കളഞ്ഞാ? പൈപ്പ് കളിച്ചില്ല. പൈപ്പിൻ്റെ അപ്പുറം അവിടെ നിന്ന് തള്ളിയതല്ലേ? കൊണ്ടമാനം കളഞ്ഞിട്ടല്ലേ? അവിടുന്ന് കൊണ്ടമാനം അപ്പോഴേക്കും അറിഞ്ഞു. കാപ്പിയും തെങ്ങും പോകുമ്പോഴല്ലേ വിഷം കഴുകും. അതാണ് അത് പോകുമ്പോൾ പൈസ ഉള്ളപ്പല്ലേ അതാണ് പോകുന്നത്. തേങ്ങയ്ക്ക് എത്ര രൂപയായി? തേങ്ങയ്ക്ക് പിന്നെ തേങ്ങ ഞങ്ങൾ വാങ്ങലില്ലല്ലോ. തേങ്ങയ്ക്ക് അപ്പം 50 കഴിഞ്ഞില്ലേ? 30 40 എത്ര പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പോൾ വൈലും മേലെ 50 50. വെളിച്ചെണ്ണയ്ക്ക് 450. വെളിച്ചെണ്ണയ്ക്ക് 450. ഇവരുന്ന് എണ്ണ വാങ്ങാത്തവരാ. ഇവരുന്ന് എണ്ണ വാങ്ങുന്നില്ല. നിങ്ങളൊന്നും ഇത്രയും കാലം മേടിച്ചിട്ടില്ലേ? ഇവിടെ എണ്ണ ഞങ്ങൾ എണ്ണയും വാങ്ങിയില്ല. പോക്ക് കണ്ടാൽ അധികം താമസിക്കാൻ മേടിക്കേണ്ടി വരുമല്ലേ? പിന്നെ ഇതാ ഇവിടെ ഉണ്ടോ വലിയ ഇത് നല്ല കായുള്ള തെങ്ങാട്ടോ. പക്ഷെ അന്ന് കഴിഞ്ഞ ആഴ്ച അതാ ബോംബ തെങ്ങാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് ഇതുപോലെ ആണി വെച്ചിട്ടില്ല? ആന മറിച്ചതാ. അതിന് ആണി വെച്ചില്ല. ഇതൊക്കെ ആണി വെച്ച കേട്ടോ. തെങ്ങാൻ ആണി ഇങ്ങനെ കാണും. ആണി വെക്കാത്ത തെങ്ങൊക്കെ കളയും കേട്ടോ. ഇത് നല്ല തെങ്ങാട്ടോ കുത്തി മറിച്ചത്. അതാ കുത്തി കണ്ടോ? ആ കോഴി ഇരുന്നേരം താഴെ കണ്ടോ കുത്തിയത്? ഓഹോ അന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല കായുള്ള തെങ്ങ. ഇതേപോലത്തെ കായുള്ള അത് കുത്തിയായിരിക്കും അല്ലേ? കുത്തി മറിച്ച. ഇവിടെ വീടുണ്ട് കേട്ടോ. ആ വീടിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നാണ് ഈ സംഭവമൊക്കെ നടത്തിയേക്കുന്നത്. ഇത് ഇങ്ങനത്തെ കായുള്ള തെങ്ങ നമുക്ക് അതുണ്ടോ കായ് ഇത്ര കായുള്ള തെങ്ങാണ് മറിക്കുന്നത്. എല്ലാ തെങ്ങയിലും ഇതുണ്ടോ ഇതുപോലെ ആണി വെച്ചേക്ക. ആണി വെച്ചില്ലായിരുന്നല്ലേ? ആണി വെച്ചില്ല. അതെന്താ എല്ലാത്തിലും വെക്കാത്ത? അത് പിന്നാണ് വെക്കാൻ തുടങ്ങിയത്. ഇവിടെയൊക്കെ വെച്ച് തേരും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അതിന് ശേഷം മറിച്ചതിന് ശേഷം വെച്ചാൽ മറിച്ചിട്ട് കഴിഞ്ഞാൽ വെച്ചത്. ഓഹോ ഇതാ കുത്തിയതാണ്ടത്. കുത്തി മറിച്ചാ വേണ്ടോ ഇവിടെയാണ് കുത്തുന്നത്. കുത്തി വെക്കുന്നല്ലേ? ഇവിടെ കുത്തി മറിക്കുക കൊമ്പനെ നല്ല കായ അങ്ങ് വരെ ഉണ്ട്. ഇതൊക്കെ മറിക്കത്. ഇതൊക്കെ മറിക്കും. ഇതൊക്കെ എന്തായാലും 10-40 വർഷം പഴക്കമുള്ളല്ലേ? വഴക്കം ആദ്യം ഉണ്ട്. കായുണ്ട് വഴക്കായാലും. ചേട്ടൻ്റെ പേരെങ്ങനെയാ? കുമാർ. എന്തായിട്ടാ ഇവിടുത്തെ അവസ്ഥ? അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശല്യം കൊണ്ട് ഇപ്പോൾ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ പഴയ പോലെ വരികയാണെങ്കിൽ വലിയ വിഷയം ഉണ്ടാവില്ല. പണ്ട് നായാട്ടും ചിക്കാറും ഒക്കെ ഉണ്ട്. അന്ന് ശല്യം കുറവാണ്. അന്നും ഈ മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മൃഗങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ നായാട്ടും ചിക്കാറൊക്കെ ഉള്ളപ്പോൾ കുറേ അങ്ങോട്ട് വിട്ടുപോകും. ഇന്നേരം അതൊന്നുമില്ല. പേടിയില്ലല്ലോ? പേടിയില്ല.
പിന്നെ ഒന്ന് പറയുമ്പോൾ അത് പിന്നെ പ്രകൃതിന്റെ മറ്റേ കാട്ടില് തീ കത്തുന്നില്ല, അതൊക്കെയാണ് ശല്യം കൂടുതൽ. പിന്നെ രാത്രിക്ക് ഇപ്പോൾ വഴി ഇറങ്ങി നടക്കാൻ വഴിയില്ല. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ കാട്ടിൽ കിടക്കും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കിടക്കണം, വീട്ടിലേക്ക് മൃഗങ്ങൾ വരിക, അങ്ങനത്തെ അവസ്ഥയൊക്കെ അപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വൈലതാ കുറെ കൃഷി എടുക്കാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മൊത്തം അങ്ങനെ കിടക്കുക. ഒരു 5-6-10 വർഷത്തോളായി. ഒരു 15 വർഷം ആയിട്ടുണ്ടാവില്ല ഇങ്ങനെ. 15 വർഷമായിട്ട് അത് അവിടെ ഒരു മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഈ 18 ലോഡ് കല്ലിറക്കിയിട്ട് 18 ലോഡോ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും പക്ഷെ ഇപ്പൊ കാണുന്ന പോലും കല്ലൊന്നും. കല്ലുണ്ട്, കാടുമുടി കുറെ മലന്റെ അടിയിലേക്ക് പോയി. അത്രയും കല്ലുണ്ട് അവിടെ. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സമാധാനം ഉണ്ടാവും. അതുപോലെ അവിടുന്ന് ഈ 2 കൊല്ലിച്ചാലുണ്ട്, അവിടുന്ന് ഇറങ്ങും അപ്പുറം ഒരു കൊല്ലിച്ചാൽ. അങ്ങനെ അതൊക്കെ എന്തെങ്കിലും സംവിധാനം ചെയ്യുകയാണെങ്കിൽ കുറെ ഇതാവും. കറണ്ട് ഫെൻസിങ് ഈ ഫെൻസിങ് ഇതൊക്കെ വേണമെങ്കിൽ ശരിക്കും അവിടെ നമുക്ക് പിടിക്കാം. ചെയ്യുമ്പോ അതിലൊന്നും സ്ട്രോങ് ഒന്നുമില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഇന്നിപ്പോ ജീവിതം നമ്മുടെ തലമുറയിൽ എങ്ങനെങ്കിലൊക്കെ ചിലപ്പോൾ തട്ടിമുട്ടി പോകും. ഇന്നത്തെ അടുത്ത തലമുറ വരുമ്പോ നമുക്ക് പുറത്തൊരു 5 സെന്റ് സ്ഥലം പോലും മേടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇതാണ്. കാരണം ഇവിടെ കൃഷിയെടുത്താലൊന്നും കിട്ടുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ ഇതില്ലല്ലോ, സമ്പാദ്യമൊന്നുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉള്ളതൊക്കെ ഈ ആന നശിപ്പിച്ച് കളയാം. പിന്നെ നമുക്ക് ഇവിടെ എന്താ ഇനി സമ്പാദ്യം? നമുക്ക് മക്കൾക്ക് വേണ്ടി എന്നും സമ്പാദിക്കാൻ കഴിയില്ല. നമുക്കിപ്പോൾ എന്ത് സമ്പാദിക്കാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു കാലത്തിൽ ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ പോവും. അവരുടെ കാലങ്ങളിൽ തന്നെയാണ് ബുദ്ധിമുട്ട് വരിക ഏറ്റവും കൂടുതൽ. തൂക്ക് ഫെൻസിങ് ഇടാനുള്ള പാസ്സായിട്ടുണ്ട്. ലെവലാക്കാൻ വേണ്ടിട്ട് ഈ തൂക്ക് ഫെൻസിങ് പാസ്സാക്കിയ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആന പിടിക്കുന്നതിന് തന്നെങ്കിലും വളരെ കാര്യമായിരുന്നു. എന്താ പറഞ്ഞ തൂക്ക് ഫെൻസിങ്ങിന്? ഈ തൂക്ക് ഫെൻസിങ്ങിന് ഇട്ട ഫണ്ടില്ലേ, അത് ആന പിടിക്കുന്നതിന് ആ പൈസ ആരാണ് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. നമുക്ക് കിട്ടുന്നില്ല. എവിടെ എഴുതി കൊടുക്കാൻ പറയും കിട്ടില്ല. വെറുതെ എഴുതി കൊടുക്കാൻ വന്നിട്ട് പറയും കിട്ടില്ല. വേഗം എഴുതി കൊടുക്കും, വേഗം എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഇത് ഇട്ടാലും നിങ്ങൾക്ക് ഇത് ഇട്ടാലും ആന വരും. നോക്കിക്കോ, ഇതിട്ടാൽ നിങ്ങൾ വിളിക്കുമ്പോൾ കാണാൻ ആന വരുന്നത് എങ്ങനെയാണ്? ആന മരം മറിക്കും, ഇതിന് മുകളിൽ മരം മറിക്കും, ആന വരും. ആന നിൽക്കൂല, ആന എന്തായാലും വരും. നിന്ന് പഠിച്ചുപോയി. അതുകൊണ്ട് ട്രെഞ്ചൊക്കെ നല്ല വൃത്തിയാക്കി കോരി വൃത്തിയാക്കുകയാണെങ്കിൽ കുറെ ശല്യം കുറയും, കുറെ മാറ്റങ്ങൾ വരും. ഫെൻസിങ്ങിലൊന്നും കാര്യമില്ല. ഇതിനെക്കാട്ടിയും വലിയ ഫെൻസിങ് ഞങ്ങൾ ഇട്ട ഞങ്ങളെ തന്നെ പോക്കി, സ്വന്തം ഇട്ട തന്നെ പോക്കി. അത് നല്ലോണം നോക്കുന്ന ഈ മരം മറിക്കുന്നതുകൊണ്ട് എല്ലാം നിൽക്കൂല. ഫെൻസിങ്ങിലൊന്നും ആന നിൽക്കൂല, ഉറപ്പായിട്ട് നോക്കി. അവര് പറയുന്ന അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം കേട്ടോ. ആനയ്ക്ക് ഫെൻസിങ് ഒന്നും ഇപ്പോൾ ഒരു വിഷയമല്ലാന്ന് അവർ പറയുന്നത്. ഈ ഫെൻസിങ്ങിന് ചിലവാക്കുന്ന പൈസയുടെ 1% ഇവരുടെ പറമ്പിൽ നിന്ന് നഷ്ടമായ കൃഷികളുടെ അല്ലെങ്കിൽ ആന നശിപ്പിച്ച കൃഷികളുടെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ അത് ഇവർക്ക് ഉപകാരമായിരുന്നു എന്ന് അവർ പറഞ്ഞു. ഇത് മൊത്തം ഇതൊരു വേസ്റ്റ് പരിപാടിയാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അവർ പറയുന്നതിലും ഒരു കാര്യമുണ്ട്. അതുപോലെ നമ്മൾ അന്ന് കണ്ട ഈ ചേട്ടൻ്റെ വയലുണ്ടല്ലോ, ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ആ ചേട്ടൻ്റെ വയലിലെ. അന്ന് നമ്മൾ കണ്ടിരുന്നു ഈ ചേട്ടൻ്റെ വയലിലെ നെല്ലും കാര്യങ്ങളൊക്കെ കാട്ടാന കയറി നശിപ്പിച്ച ഒരു വീഡിയോ ആണ് നമ്മൾ ഏറ്റവും ആദ്യം എടുത്തത്. അതിനുശേഷം നമ്മൾ ഇതിപ്പോൾ 3ാമത്തെ എപ്പിസോഡാണ്. ഏതായാലും വീണ്ടും അവർ രണ്ടും കൽപ്പിച്ച് ഇപ്പം ഞാറ് നട്ടിരിക്കുകയാണ്. കണ്ട ബാക്കിയൊക്കെ ഉഴുത് മറിച്ചിട്ടേക്കുക. ഓക്കെ, ഇതാണ് കേട്ടോ തനതായ വയനാടിൻ്റെ കാഴ്ച. വയനാടെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു കാഴ്ച ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ അന്യം നിന്ന് പോകുക കേട്ടോ. ഈ കാട്ടാനയുടെ ശല്യം കാരണം മിക്ക ആളുകളും നെൽകൃഷിയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥയാണ്. വീണ്ടും ഇറക്കിയേക്കോ അല്ലേ? വീണ്ടും ഇറക്കിയിട്ടുണ്ട്. കൃഷി ഇറക്കാൻ ഞാറ് പറിക്കാനായിട്ടുണ്ട്. 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാറ് പറിക്കും. അല്ലേ, ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത് ഇതൊക്കെ മൊത്തം. സത്യം. ചെങ്ങായിമാർ വന്നാൽ തീരും ആന. അങ്ങനെയാണ് സംഭവം. ഇതിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. അതെ. രാത്രി നമ്മൾ എണിക്കുന്നുണ്ട് 2-3 പ്രാവശ്യം എണിക്കും രാത്രി. എന്നാൽ നമ്മൾ മഴ കൊണ്ട് അറിയില്ല. അതെ. അതാണ് സംഭവം. ഫെൻസിങ് അതാണ് ഞാൻ പറയാം. ഫെൻസിങ് എന്നിട്ട് ഒരു കാര്യമില്ല.
അനുസരിക്കുന്നു. ട്രെഞ്ച് നന്നാക്കിയാൽ വൃത്തിയായിട്ട് ട്രെഞ്ച് ചെയ്താൽ മതി. ട്രെഞ്ച് വൃത്തിയാക്കി നന്നാക്കിയിട്ട് നല്ല വാച്ചർമാരൊക്കെ വെക്കുകയാണെങ്കിൽ വാച്ചർമാരെ വെക്കാനും മതി. രാത്രി ട്രെഞ്ചൊക്കെ നന്നാക്കിയിട്ട് ആന വരില്ല. ഇതിപ്പോൾ വാച്ചന്മാരില്ല, വാച്ചർമാരില്ല. രാത്രി ഒന്നും വാച്ചർമാരില്ലല്ലോ, പകൽ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ ആന കയറി പറഞ്ഞാൽ വിളിക്കാനും വരികയല്ലേ? വിളിച്ചാൽ വരും, ഒരാൾ വരും, ഒരാൾ വരില്ല. ഒരാൾ ഓടി വരും വിളിച്ചു കഴിഞ്ഞാൽ, അപ്പോഴേക്കും ആന തിന്ന് പോകും. ആളെ തിന്നു. ഇന്നാൾ വിളിച്ച് വരുമ്പോഴേക്കും ആന തിന്ന് പോയി. അതാണ് ആളുണ്ടെങ്കിൽ ആൾക്കാർ വേണം. കഴിഞ്ഞ വർഷം ചേട്ടൻ്റെ കുറേ കളഞ്ഞില്ലേ? കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കണ്ടുപോയതല്ലേ, കുറേ തിന്ന് പോയി, കുറേ ഭാഗങ്ങൾ തിന്ന് പോയി, കുറേ കളഞ്ഞല്ലേ. പിന്നെ വാച്ചർ വെച്ചു, അതിൻ്റെ വാച്ചർ വെച്ചു. ചേട്ടൻ്റെ നെൽക്കറി എത്ര പാടാന്ന് കളഞ്ഞായിരുന്നു? അന്ന് ഒരു അരേക്കരങ്ങളും അരേക്കറിൻ്റെ പൈസ തിന്നു. കഷ്ടപ്പെട്ടാണോ ഇങ്ങനെ ഉഴുത് മറിച്ച് ഇവർ. ട്രാക്ടറൊക്കെ നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നത്? വാടകയ്ക്ക് എടുത്തിട്ട് 1300 രൂപ മണിക്കൂറിന് നോക്കണം. 1300 ട്രാക്ടറിന്. എത്ര ദിവസത്തെ പണിയുണ്ട്? അതൊരു രാവിലെ വന്ന വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ കഴിയും. പൂട്ട് തന്നെ 4 മണി വരെ പൂട്ട്. അത് ഒരു ചാലടിക്കണം, 2 ചാലടിക്കുകയാണെങ്കിൽ 2 ദിവസം. അല്ലേ? അതായത് ഈ ഒരു സാധനത്തിന് ഒരു ദിവസം അങ്ങനെയല്ല, ഓരോ ചാലുണ്ടല്ലോ. അല്ല ഇതിപ്പോൾ ഒരു കണ്ടല്ലേ? ഇതിപ്പോൾ രണ്ട് ചാലടിച്ചിട്ടാ. ഇത് 2 ചാലടിച്ചാ ഈ ഇത്രയും ഭാഗം ഇല്ല. ഇങ്ങനെ മൊത്തം ഇത് 2 ഏക്കർ സ്ഥലം. അങ്ങനെ. അത് രാവിലെ വന്ന് ഒരു ഉച്ചയാകുമ്പോഴേക്ക് അടിച്ചിട്ട് പോയി. ഇത് ഞാറ് പറിക്കാനായില്ലേ? ഞാൻ 10 ദിവസം കൊണ്ട് പറിക്കാം. അതെന്താ ഇത് ആദ്യം നട്ടെ? ഇത് നേരത്തെ ഇട്ട് സാധാ നെല്ല് തന്നെയാ? ചോറിൻ്റെ അരി? ചോറിൻ്റെ അരിയാ, നമ്മൾ സ്വന്തം ഉണ്ടാക്കി തിന്ന അരിയാ. നമ്മൾ ഗന്ധകശാലൊക്കെ നിർത്തി ആനശല്യം കൊണ്ട്. അതിന് മണടിച്ച് ആന വരിക, അത് നിർത്തി കളഞ്ഞു. ഇതിന് ഗന്ധം കൂടുതലാണ്. ഗന്ധകശാല നിർത്തി. അത് കൃഷിഭവനിന്നൊക്കെ പൈസ ആനുകൂല്യമുണ്ട്, അത് ചെയ്താൽ ആനുകൂല്യം തരും. അതൊക്കെ നിർത്തി കളഞ്ഞു. അതെ. ഇപ്പോൾ പൈസ കൊടുത്ത് പുറത്ത് മേടിക്കാം. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങും. അത് പുറത്തുനിന്ന് വാങ്ങും. അത് അതിനെ കാണുമ്പോൾ ആന കൂടുതൽ വരുന്നത്, ഈ ചക്കയെ വാങ്ങി വരുന്ന പോലെ. അപ്പോൾ അത് ഒഴിവാക്കിയാൽ കുഴപ്പമില്ല. ആന കാരണം എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ പരമാവധി നിങ്ങൾ അതിനെ 120 രൂപ തൊട്ട് അരിക്ക് ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും ആൾക്കാർ. പുറത്ത് വന്നിട്ട് 120 രൂപയ്ക്ക് അരിയാക്കി വെച്ചാൽ മതി. ഓർഗാനിക് ആണല്ലോ അല്ലേ? നിങ്ങൾ വളമൊന്നും ഇടുന്നില്ല, കാലി വളം ചപ്പ് മാത്രമേ ഉള്ളൂ, വേറെ വളമൊന്നുമില്ല. ഇവരുടെ കയ്യിൽ നിന്ന് നെല്ലും മറ്റു സാധനങ്ങളൊക്കെ ആളുകൾ നേരിട്ട് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നേരിട്ട് വാങ്ങിപ്പോകും. നേരിട്ട് സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ഇവരുടെ അടുത്തുനിന്ന് വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. കണ്ടോ? അങ്ങനെ ഇച്ചിരി അങ്ങോട്ട് പോയാലോ? കേട്ടില്ല. ഏർമാടത്തെ നാട്ടി കഴിഞ്ഞതിൻ്റെ മുകളിൽ കാവൽ വെക്കും. ഏർമാടാക്കിയോ? ഏർമാടാക്കി. ഏർമാടാക്കി കാവൽ വെക്കാൻ വേണ്ടിയിട്ട് വരണം. മരത്തിൻ്റെ മുകളിൽ ഏർമാടം കെട്ടിയേക്കണം. ഇത് മാന് വന്നു കേട്ടോ, കഴിഞ്ഞ ആഴ്ച വന്നിട്ട് മാന് വന്നു. ആണല്ലേ? അല്ല ചേട്ടാ, ഇത് എന്താ പറഞ്ഞേ? പുള്ളിമാൻ വന്നു ഇത് കഴിഞ്ഞ ആഴ്ച. പറിക്കാനായാ നല്ല. എന്തെങ്കിലുമൊക്കെ തരത്തിൽ പോരും ആന, അല്ലെങ്കിൽ മാനല്ല ചവിട്ടുപാടായിരിക്കും. ഇത് തിന്നാ ചവിട്ടിയുണ്ടതാ പുള്ളിമാന്. നമുക്ക് എന്താ ആന വരാതെ നിന്നാൽ മതി. പുള്ളിമാനൊക്കെ ഫെൻസിങ്ങിൽ അങ്ങനെ കുറേ നിൽക്കും. ആനയാണ്. ഇതാണ് കേട്ടോ തനതായ വയനാടിൻ്റെ കാഴ്ച. വയനാടെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു കാഴ്ച ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ അന്യം നിന്ന് പോകുക കേട്ടോ. ഈ കാട്ടാനയുടെ ശല്യം കാരണം മിക്ക ആളുകളും നെൽകൃഷിയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥയാണ്. വീണ്ടും ഇറക്കിയേക്കോ അല്ലേ? വീണ്ടും ഇറക്കിയിട്ടുണ്ട് കൃഷി ഇറക്കാൻ. ഞാറ് പറിക്കാനായിട്ടുണ്ട്. 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാറ് പറിക്കും. അല്ലേ? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത് ഇതൊക്കെ മൊത്തം. സത്യം. ചെങ്ങായിമാർ വന്നാൽ തീരും. ആന അങ്ങനെയാണ് സംഭവം. ഇതിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. അതെ. രാത്രി നമ്മൾ എണിക്കുന്നുണ്ട്, 2-3 പ്രാവശ്യം എണിക്കും രാത്രി. എന്നാൽ നമ്മൾ മഴ കൊണ്ട് അറിയില്ല. അതെ. അതാണ് സംഭവം. ഫെൻസിങ് അതാണ് ഞാൻ പറയാം. ഫെൻസിങ് എന്നിട്ട് ഒരു കാര്യമില്ല. ഫെൻസിങ്ങിലൊന്നും ട്രെഞ്ച് നന്നാക്കി ട്രെഞ്ച് വൃത്തിയാക്കി നന്നാക്കിയിട്ട് നല്ല വാച്ചർമാരൊക്കെ വെക്കുകയാണെങ്കിൽ വാച്ചർമാരെ വെക്കാനും മതി. രാത്രി ട്രെഞ്ചൊക്കെ നന്നാക്കിയിട്ട് ആന വരില്ല. ഇതിപ്പോൾ വാച്ചർമാരില്ല, രാത്രി ഒന്നും വാച്ചർമാരില്ലല്ലോ, പകൽ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ ആന കയറി പറഞ്ഞാൽ വിളിക്കാനും വരികയല്ലേ? വിളിച്ചാൽ വരും, ഒരാൾ വരില്ല. ഒരാൾ ഓടി വരും വിളിച്ചു കഴിഞ്ഞാൽ, അപ്പോഴേക്കും ആന തിന്ന് പോകും. ആളെ തിന്നു. ഇന്നാൾ വിളിച്ച് വരുമ്പോഴേക്കും ആന തിന്ന് പോയി.
അതാണ് ആളുണ്ടെങ്കിൽ ആൾക്കാർ വേണം. കഴിഞ്ഞ വർഷം ചേട്ടൻ്റെ കുറേ കളഞ്ഞില്ലേ? കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കണ്ടുപോയതല്ലേ, കുറേ തിന്നു പോയി, കുറേ ഭാഗങ്ങൾ തിന്നു പോയി, കുറേ കളഞ്ഞല്ലേ. പിന്നെ വാച്ചർ വെച്ചു, അതിൻ്റെ വാച്ചർ വെച്ചു. ചേട്ടൻ്റെ നെൽക്കറി എത്ര പാടാന്ന് കളഞ്ഞായിരുന്നു? അന്ന് ഒരു അരേക്കറിൻ്റെ പൈസ തിന്നു. കഷ്ടപ്പെട്ടാണോ ഇങ്ങനെ ഉഴുത് മറിച്ച് ഇവർ? ട്രാക്ടറൊക്കെ നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നത്? വാടകയ്ക്ക് എടുത്തിട്ട് 1300 മണിക്കൂറിന് നോക്കണം. 1300 ട്രാക്ടറിന്. എത്ര ദിവസം പണിയുണ്ട്? അതൊരു രാവിലെ വന്ന വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ കഴിയും. പൂട്ട് തന്നെ 4 മണി വരെ പൂട്ട്. അത് ഒരു ചാലടിക്കണം, 2 ചാലടിക്കുകയാണെങ്കിൽ 2 ദിവസം. അല്ലേ? അതായത് ഈ ഒരു സാധനത്തിന് ഒരു ദിവസം അങ്ങനെയല്ല, ഓരോ ചാലുണ്ടല്ലോ. അല്ല ഇതിപ്പോൾ ഒരു കണ്ടല്ലേ? ഇതിപ്പോൾ 2 ചാലടിച്ചിട്ടാ. ഇത് 2 ചാലടിച്ചാ ഈ ഇത്രയും ഭാഗം ഇല്ല, ഇങ്ങനെ മൊത്തം ഇത് 2 ഏക്കർ സ്ഥലം. അങ്ങനെ അത് രാവിലെ വന്ന് ഒരു ഉച്ചയാകുമ്പോഴേക്ക് അടിച്ചിട്ട് പോയി. ഇത് ഞാറ് പറിക്കാനായില്ലേ? ഞാൻ 10 ദിവസം കൊണ്ട് പറിക്കാം. അതെന്താ ഇത് ആദ്യം നട്ടെ? ഇത് നേരത്തെ ഇട്ട് സാധാ നെല്ല് തന്നെയാ? ചോറിൻ്റെ അരി? ചോറിൻ്റെ അരിയാ, നമ്മൾ സ്വന്തം ഉണ്ടാക്കി തിന്ന അരിയാ. നമ്മൾ ഗന്ധകശാലൊക്കെ നിർത്തി ആനശല്യം കൊണ്ട്. അതിന് മണടിച്ച് അതിന് മണ്ണടിച്ച് ആന വരിക, അത് നിർത്തി കളഞ്ഞു. ഇനി ഗന്ധം കൂടുതലാണ്. ഗന്ധകശാല നിർത്തി. അത് കൃഷിഭവനിന്നൊക്കെ പൈസ ആനുകൂല്യം ഉണ്ട്, അത് ചെയ്താൽ ആനുകൂല്യം കിട്ടി തരും. അതൊക്കെ നിർത്തി കളഞ്ഞു. അതെ, ഇപ്പോൾ പൈസ കൊടുത്ത് പുറത്ത് മേടിക്കാം. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങും, അത് പുറത്തുനിന്ന് വാങ്ങും. അത് അതിനെ കാണുമ്പോൾ ആന കൂടുതൽ വരുന്നത്, ഈ ചക്കയും വാങ്ങി വരുന്ന പോലെ. അപ്പോൾ അത് ഒഴിവാക്കിയാൽ കുഴപ്പമില്ല. ആന കാരണം എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ പരമാവധി നിങ്ങൾ അതിനെ 120 ഉറുപ്പിക ആയിരിക്കും ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും ആൾക്കാർ. പുറത്ത് വന്നിട്ട് 120 രൂപയ്ക്ക് അരിയാക്കി വെച്ചാൽ മതി. ഓർഗാനിക് ആണല്ലോ അല്ലേ? നിങ്ങൾ വളമൊന്നും ഇടുന്നില്ല, കാലി വളം ചപ്പ് മാത്രമേ ഉള്ളൂ, വേറെ വളമൊന്നുമില്ല. ഇവരുടെ കയ്യിൽ നിന്ന് നെല്ലും മറ്റു സാധനങ്ങളൊക്കെ ആളുകൾ നേരിട്ട് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നേരിട്ട് വാങ്ങിപ്പോകും. നേരിട്ട് സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ഇവരുടെ അടുത്തുനിന്ന് വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. കേട്ടില്ല? ഏർമാടത്തെ നാട്ടി കഴിഞ്ഞതിൻ്റെ മുകളിൽ കാവൽ വെക്കും. ഏർമാടാക്കിയോ? ഏർമാടാക്കി. ഏർമാടാക്കി കാവൽ വെക്കാൻ വേണ്ടിയിട്ട് വല്ലോ മരത്തിൻ്റെ മുകളിൽ ഏർമാടം കെട്ടിയേക്കുന്നത്. ഇത് മാന് വന്നു കേട്ടോ, കഴിഞ്ഞ ആഴ്ച വന്നിട്ട് മാന് വന്നു. ആണല്ലേ? പുള്ളിമാന് വന്നു ഇത് കഴിഞ്ഞ ആഴ്ച. പറിക്കാനായാ നല്ല എന്തെങ്കിലുമൊക്കെ തരത്തിൽ പോകും. ഈ നമുക്ക് എൻ്റെ ആന വരാതെ നിന്നാൽ മതി. പുള്ളിമാനൊക്കെ ഫെൻസിങ്ങിൽ അങ്ങനെ കുറേ നിൽക്കും. ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ വള്ളുവാടി പ്രദേശത്തൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത്. വള്ളുവാടി മാത്രമല്ല, വടക്കനാട്, ഓടപ്പള്ളം, മറ്റ് പണയമ്പം എന്നിങ്ങനെ പ്രദേശങ്ങളിലൊക്കെ ഇത് തന്നെയാണ് സാഹചര്യം. എന്താ പറയുക, ആളുകളിങ്ങനെ പൊരുതി ജീവിക്കുകയാണ്. 100 എണ്ണം നട്ട 50 എണ്ണം കിട്ടും, ആ ഒരു രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതും ഉണ്ടാവുമെന്ന് സംശയമാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ തന്നെ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്നും കാണുമ്പോൾ നിങ്ങൾക്കൊരു വലിയ പുതുമയൊന്നായിരിക്കില്ല. പക്ഷേ ഇവർ ഇങ്ങനെ വിളിക്കും സ്ഥിരമായിട്ടിങ്ങനെ ആന കളയുമ്പോഴേ അവർക്കൊരു വിഷമമാണ്. കാരണം അവരുടെ മുതലാളി പോകുന്നത്. അപ്പോൾ നഷ്ടപരിഹാരവും കിട്ടൂല. ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.